ആയിരുന്നു. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെടുന്ന വ്യക്തികളെല്ലാം സൂപ്പർ ഹ്യൂമൻ ഒന്നും ആയിരിക്കണം നിർബന്ധമില്ലെന്നാണ് പറഞ്ഞത്. നോർമൽ പീപ്പിൾ ഓൾസോ ക്യാൻ ഡു ദ സെയിം തിങ്. മോസസ് ചെയ്ത എല്ലാ കാര്യവും ആരും ചെയ്യുന്നുണ്ട്, യോശുവ ചെയ്യുന്നുണ്ട്. പക്ഷേ മോസസിന്റെ പശ്ചാത്തലമല്ല യോശുവയുടേത്. അതുകൊണ്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ആദ്യം നമുക്ക് ഒക്കെ തോന്നാറുള്ളൊരു കാര്യം, മോശയെ പോലെ ഒരാളായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ മാനുഷിക ബുദ്ധി നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. യോശുവ വാസ് എ നോർമൽ പേഴ്സൺ, ഇല്ലേ? നോർമൽ പേഴ്സൺ. അവന് ഈ പറയുന്ന ഡിസേൺമെന്റ് പവർ ഒന്നും ഇല്ലായിരുന്നു. പുറപ്പാട് ദിവസം 32 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, മോശ പർവ്വതത്തിലായിരുന്ന സമയത്ത് ഇസ്രായേൽ മക്കളെല്ലാം കൂടെ കാളക്കുട്ടിയൊക്കെ വാർത്തുണ്ടാക്കി അവിടെ വെച്ച് ദൈവം മോശയോട് പറഞ്ഞു, അവിടെ തെറ്റ് ചെയ്തു, നീ ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു. നോക്കിയിരിക്കുന്ന ഒരാളുണ്ട്. ആരാണ്? യോശുവ. 17 വാക്യത്തിൽ യോശുവ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് യോശുവ പറഞ്ഞെന്നറിയാമോ? ജനം ആർത്തു വിളിക്കുന്ന കോശം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട് പാളയത്തിൽ യുദ്ധകോശമുണ്ട് എന്ന് പറഞ്ഞു. അവനൊരു ശബ്ദം കേട്ടാൽ ആ ശബ്ദം എന്തിന്റെയാണെന്നും തിരിച്ചറിയത്തക്കുള്ള ഡിസൈൻമെന്റ് ഒന്നും അവന് യോശുവയ്ക്കില്ലായിരുന്നു. മോശ പറഞ്ഞു, ഇത് എന്താണ്? അതിന് അവൻ ജയിച്ചാർക്കുന്നവരുടെ കോശമല്ല, തോറ്റു നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതികാരം ചെയ്യുന്നവരുടെ വിളിയുമല്ല, പ്രതികാരം ചെയ്യുന്നവരുടെ കോശം അത്ര ഞാൻ കേൾക്കുന്നത്. മോശ പറയാണ്, നോ നോ നോ, ഇറ്റ് ഇസ് നോട്ട് എ വാർ, ഇറ്റ് ഈസ് സംതിങ് എൽസ്. മോശയ്ക്ക് ഡിസൈൻ ചെയ്യാൻ കഴിവാണ്, പക്ഷേ യോശുവയ്ക്ക് ഡിസൈൻ ചെയ്യാൻ കഴിവില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് യോശുവ വാസ് നോട്ട് എ സൂപ്പർ ഹ്യൂമൻ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇനി ഇവൻ ഇത്തിരി എൻകറേജ്മെന്റ് വേണ്ട ആളാണ്. പെട്ടെന്ന് ഡിപ്രസ്ഡ് ആകുന്ന ആളും ഒത്തിരി എൻകറേജ്മെന്റ് വേണ്ട ആളാണ്. ആരും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടോ ഇവിടെ? അതോ വലിയ സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആണോ? എനിക്കാണ് ഒത്തിരി എൻകറേജ്മെന്റ് വേണം. പലപ്പോഴും ആളുകൾക്ക് എന്ത് വേണം? നമുക്ക് എല്ലാവർക്കും എന്ത് വേണം? വേണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്തോ വേണം? എൻകറേജ്മെന്റ് വേണം. പക്ഷെ ഒത്തിരി എൻകറേജ്മെന്റ് വേണമായിരുന്നു. അതൊന്നും ഒരു തെറ്റൊന്നുമല്ല. ദൈവം ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ശരിക്കും അത് മനസ്സിലാക്കുന്നുണ്ട്. ദൈവം വളരെ സെൻസിറ്റീവായിട്ട് അത് എടുക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 1 അധ്യായം അതിന്റെ 38 വാക്യത്തില് മോശയോട് കർത്താവ് പറയാനുണ്ട്. വായിക്കാം. അവനെ ധൈര്യപ്പെടുത്തുക എന്ന് വെച്ചാൽ അവന് ധൈര്യമില്ലെന്ന്. അവനെ ധൈര്യപ്പെടുത്തുക. 3 അധ്യായം 28 വാക്യം. യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക. എന്നാന്നറിയാമോ? ഇവൻ ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നില്ല മോശ ചെയ്ത ജോലി ഇവന് ചെയ്യാൻ കഴിയുമെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ പറയുന്ന വ്യത്യാസം മനസ്സിലാകുന്നുള്ളൂ. കാര്യം ഇവൻ മോശയെ കണ്ടിട്ടുണ്ട്, മോശയെ ഇവൻ അറിയാം. ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ത്വക്ക് പ്രകാശിക്കുന്നവനായ മോശയുടെ സെർവന്റ് പറയാണ്, ഐ ക്യാൻ നെവർ ഡു വാട്ട് യു വർ ഡൂയിങ്. നീ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷെ ദൈവം പറയാണ്, അവന് ഒത്തിരി എൻകറേജ്മെന്റ് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വേദോസം വായിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് മനസ്സിലാവും. അവൻ ഒത്തിരി എൻകറേജ്മെന്റ് ആവശ്യമുണ്ട്. അവൻ പലപ്പോഴും ഡിപ്രസ്ഡ് ആണ്. അവനിൽ നിന്ന് നിനക്ക് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അവൻ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം, കൈത്താങ്ങൽ കൊടുക്കണം. അവൻ മച്ചൂർ അല്ല എന്നുള്ളത് കൊണ്ട് നീ അവനെ ഉപേക്ഷിക്കരുത്. ആരും മച്ചൂർ അല്ലെന്ന് സമ്മതിക്കത്തില്ല. എല്ലാവരുടെയും ചിന്ത അവരുടെ പ്രായത്തിൽ അവർ മച്ചൂറാണ്. അവരുടെ പ്രായത്തിൽ എന്റെ മൂത്ത മോൾക്ക് 5 വയസ്സുള്ളപ്പോൾ 2ാമത്തെ കൊച്ചുണ്ടാകുന്നത്, 7 വയസ്സുള്ള 3ാമത്തെ കൊച്ചുണ്ട്. അപ്പൊ ഇവരെ ഒരു 2 വയസ്സൊക്കെ ആയപ്പോൾ മൂത്ത മോൾക്ക് ഒരു 9 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അല്ലെങ്കിൽ 10 വയസ്സൊക്കെ ആയപ്പോൾ ഇവള് ഈ പിള്ളേരെ, ഇളയ പിള്ളേരെ വിളിക്കുന്ന പിള്ളേർ, ആ പിള്ളേർ വെറുതെ എന്നിട്ട് ഇവള് പിള്ളേരൊന്നുമല്ല, അവള് വളരെ ഗ്രോണപ്പാണ്. പിള്ളേർ എന്ത് പറഞ്ഞാലും അതാ പിള്ളേരുടെ കുഴപ്പം. പിള്ളേരുടെ ശരി, അവള് ചിന്തിക്കുന്ന അവള് ഗ്രോണപ്പാണ്, മറ്റേതെല്ലാം പിള്ളേരാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് 10ാം ക്ലാസ് ഒന്ന് പാസ്സായി. പണ്ടൊക്കെ 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ നമ്മൾ കോളേജിൽ പോകണമല്ലോ, അല്ലേ? നമ്മുടെ കാലത്തൊക്കെ കോളേജ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ വഴി കൂടെ പോകുമ്പോൾ നമ്മൾ സ്കൂളിന്റെ അതുവഴി പോകുമ്പോഴത്തേക്ക് സ്കൂളിൽ പിള്ളേരെ വേളം ഉണ്ടാക്കാൻ, ഈ പള്ളിക്കൂടം പിള്ളേരെ കൊണ്ട് തോറ്റു അല്ലേ? ഇവനെത്ര 1 വർഷം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ, ഇല്ലേ? ഡിഗ്രിക്ക് കയറുമ്പോൾ ഇവൻ പ്രീ ഡിഗ്രിക്കാരെന്നാ വിളിക്കുന്നത്. ആദ്യം ആ പ്രീ ഡിഗ്രി പിള്ളേർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്? അവന് ഡിഗ്രിക്കാരെ അവന് ജീവിതം അറിയാം, അമ്മ ഇങ്ങനെ നടക്കുന്ന പോലെ, അല്ലേ? നമുക്കേ അറിയത്തുള്ളൂ, അതിന് താഴെയുള്ളവർക്ക് അറിയത്തില്ല. ഇവനെ കണ്ടത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്തവരെല്ലാം ഇമ്മച്ചൂറാണ്. ഒരു കൊച്ചോ വല്ലോ ആയിക്കഴിഞ്ഞാൽ അവരെന്തോ ഇങ്ങനെ പ്രാവുകളെ പോലെ നടക്കുന്ന, അവർക്ക് വല്ലതും പ്രാരാബ്ദം എന്താണെന്നുള്ളത് അറിയാമോ, ഇല്ലേ? അപ്പൊ ഓരോ സമയത്തും നമ്മുടെ പ്രശ്നം അറിയാമോ? നമ്മുടെ താഴെയുള്ള എല്ലാവരും ഇമ്മച്ചൂർ ആണെന്ന് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. എപ്പോഴാ ഒരുത്തൻ മെച്ചൂർ ആകുന്നത് ഇങ്ങനെയാണെങ്കിൽ, ഇല്ലേ? 40 വയസ്സുള്ളവന് 30s ഇമ്മച്ചൂറാണ്, 50 വയസ്സുള്ളവന് 40s ഇമ്മച്ചൂറാണ്. എപ്പോഴാണ് ഒരുവൻ മച്യൂർ ആകുന്നത്? ഒരുത്തൻ മച്യൂർ ആകുന്നത്
ഇമ്മച്യൂർ ആയിട്ടുള്ളവനെ അവന്റെ നിലയിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ്. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരാളെ അവന്റെ നിലയിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മൾ മെച്യൂരിറ്റി പ്രാപിച്ചു അതിന്റെ അർത്ഥം. ഇപ്പൊ മോശയോട് കർത്താവ് പറഞ്ഞെന്നറിയാമോ? അവന് പേടിയാണ്, അവന് നിന്നെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിന്നെ കാണുമ്പോൾ പേടിയാണ്. നീ എന്റെ കൂടെ ഇരിക്കുന്നതും നിന്റെ ദുഃഖ പ്രകാശിക്കുന്നത് കാണുന്നത് അവന് പേടിയാണ്. അവൻ ചിന്തിക്കുന്നത് നീ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അവന് ചെയ്യാൻ കഴിയത്തില്ലെന്ന. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവനെ നീ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക. ദൈവം അത് തന്നെ ചെയ്യാണ്. ആവർത്തന പുസ്തകം 31 അധ്യായം 23 വാക്യത്തില് ആരാ പറയുന്നത്? ദൈവം പറയാണ്. ബലവും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും. നീ എന്ത് ചെയ്യണം? ബലവും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഇനി യോശുവയുടെ പുസ്തകം 1 അധ്യായം 6-7 വാക്യങ്ങൾ. നോക്ക്, ദൈവനോട് ഉറപ്പും ധൈര്യവും ഉള്ളവൻ ആയിരിക്കുക എന്ന് വെച്ചാൽ ഇവന് എൻകറേജ്മെന്റ് ഉണ്ടെങ്കിലേ പറ്റൂ. ഇവ മോശം അടിച്ചു കഴിഞ്ഞിട്ടും എന്താണ് ഇവനങ്ങോട്ട് ഉറപ്പായിട്ടില്ല. ദൈവം തന്നെ ഇറങ്ങി എന്ന് പറയണേ, നീ പേടിക്കേണ്ട കാര്യമില്ല, ഞാനത് ചെയ്യും, നിന്നെ കൊണ്ട് ചെയ്യും, ഞാനത് ചെയ്യും. എൻകറേജ്മെന്റ്. യോശുവെ പോലെ മോശയുടെ കൂടെ നടന്ന ആൾക്ക് ഇത്ര എൻകറേജ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്തുമാത്രം ആവശ്യമുണ്ട്. ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഡൂയിങ് ദാറ്റ്. മോശയോട് ആരാ പറഞ്ഞത്? ആത്മാവ് പറഞ്ഞോട് അവനെ നീ എൻകറേജ് ചെയ്യണം. ഇപ്പൊ ദൈവാത്മാവ് തന്നെ വന്നിട്ട് എന്ത് ചെയ്യാണ്? അവനെ എൻകറേജ് ചെയ്യാണ്. ഇതുപോലെ അങ്ങനത്തെ ജനങ്ങളും അവനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. കാര്യം ജനങ്ങൾക്കും അറിയാം ഇവനൊരു പാവമാണെന്നുള്ളത്. യോശുവയുടെ പുസ്തകം 1 അധ്യായം 16 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കും. അവര് പറയാണ്, ഞങ്ങൾ നിന്റെ കൂടെ ഇരുന്നോളാം, ഞങ്ങൾ നിന്റെ കാര്യങ്ങളിൽ നീ പറയുന്ന ഞങ്ങൾ അനുസരിച്ചോളാം, നീ ഉറപ്പും ധൈര്യമുള്ളവനായിട്ട് ഞങ്ങളെ അങ്ങ് നടത്തിയാൽ മാത്രം മതി. ജനങ്ങളുടെ പോലും സാധാരണക്കാരന്റെ പോലും എൻകറേജ്മെന്റ് ആവശ്യമുള്ള പലപ്പോഴും ഉണ്ടല്ലോ. ദൈവസന്നിധിയിൽ ദൈവത്തിന് എൻകറേജ് ചെയ്താലും നമ്മുടെ സഹപ്രവർത്തകരെ കൂട്ടുകാരെ ഒക്കെ നമ്മൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? എൻകറേജ് ചെയ്താലേ പറ്റുള്ളൂ. ഇതൊരു ഒരു ഒരു ഫാക്റ്റാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അത് കൊടുക്കുകയും വേണം. എപ്പോഴും ലീഡർഷിപ്പ് ലെവലുള്ളവരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. അവരതൊരു പക്ഷേ പറയത്തില്ലായിരിക്കും ഞങ്ങൾക്ക് വേണമെന്നുള്ളത്. പക്ഷേ ദാറ്റ് ഈസ് നീഡഡ്. ഇല്ലെങ്കിൽ അവർ തകർന്നു പോകും. അതൊരു വാസ്തവമാണ്. ദൈവസഭയുടെ കെട്ടുപണിയിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഈ ആത്മനിയന്ത്രിതനായിട്ട് ഉള്ള യോശുവയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ നമ്മൾ പറയുകയാണ്. പ്രത്യേകതകൾ. അപ്പോൾ യോശുവയുടെ ബലഹീനതകളോ അല്ലെങ്കിൽ അവന്റെ ഷോർട്ട് കമ്മിങ്സ് നമ്മൾ പറഞ്ഞു. എന്നാൽ അവനുള്ള പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ദൈവത്തിൽ നിന്ന് അവൻ കേൾക്കാൻ, അല്ലെങ്കിൽ ദൈവം തന്നെ പറയും, നമ്മൾ ആദ്യം വായിച്ചല്ലോ, ഈ എഴുതിയിരിക്കുന്ന ചരിത്രം നീ എന്ത് ചെയ്യണം? യോശുവയുടെ കാതിൽ ഊതിക്കൊടുക്കണമെന്നാണ് പറയുന്നത്, അല്ലെ? കാതിൽ ഊതിക്കൊടുക്കണം. അപ്പോൾ ദൈവവചനം, ഇവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവവചനം, ആ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ദൈവത്തിന്റെ വചനത്തോടുള്ള അസാമാന്യമായ ഒരു ആഗ്രഹവും അത് മെമ്മറൈസ് ചെയ്യാനും ആ രീതിയിൽ പോകാനുള്ള വലിയൊരു ആഗ്രഹം അവന് ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ 14 വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് യഹോവ മോശയോട്, ഇത് നീ ഒരു ഓർമ്മയ്ക്കായിട്ടൊരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും. പിന്നെ മോശ ഒരു താമ്രപീഠം എടുത്ത് അതിന് യഹോവ നിസി എന്ന് പേരിട്ടു. അതുപോലെ ഈ ഒരു പുസ്തകം എന്ന നിലയിൽ തന്നെ എന്താണ് യോശുവയുടെ ചെവിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? കേൾപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഇവൻ ന്യായപ്രമാണത്തെ മൊത്തമായിട്ട് പിന്നീടുള്ള, പ്രത്യേകിച്ച് യോശുവയുടെ പുസ്തകത്തിലാണ് കാണാൻ, ന്യായപ്രമാണത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? യോശുവ. അതിനുപരിയായിട്ട് ഇവൻ അവന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ആ സാമീപ്യം വിട്ടുപിരിയാതിരിക്കാനായിട്ട്, പുറപ്പാട് തന്നെ 33 അധ്യായം അതിന്റെ 11 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, കൂടാരത്തെ വിട്ടുപിരിയാതെയിരുന്നു. നോക്കുക, സമാഗമന കൂടാരത്തെ അവൻ എന്ത് ചെയ്തില്ല? വിട്ടുപിരിഞ്ഞില്ല. അവൻ എപ്പോഴും അതിനകത്ത് തന്നെയാണ്. ആരാണ് സമാഗമന കൂടാരത്തിൽ പോകുന്നതെന്ന് അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? യഹോവയെ അന്വേഷിക്കുന്നവരൊക്കെയും. വായിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ 7ാമത്തെ വാക്യത്തിൽ മോശ കൂടാരം എടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിന് ദൂരെ അടിച്ചു. ഇതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. അപ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവനൊക്കെ ചെല്ലുന്ന സ്ഥലമാണ് ഏത്? സമാഗമന കൂടാരം. യോശുവയെ കുറിച്ച് പറയുന്നത് എന്താണ്? യോശുവ എന്ത് ചെയ്തിട്ടില്ല?
ആ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാൻ അവന് മനസ്സില്ല. കാര്യം എന്താണ്? അവന്റെ ഹൃദയത്തിൽ യഹോവയെ അന്വേഷിക്കാനുള്ള വലിയ അഭിവാഞ്ച, അവൻ എപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള വലിയൊരു അഭിവാഞ്ച അവന്റെ മനസ്സിൽ ബാക്കി കിടന്നിരുന്നു. കൂടാരത്തെ വിട്ടുപിരിയാത്തവൻ. സംഖ്യാപുസ്തകം 27-18 വാക്യത്തിൽ യോശുവ അനോയിന്റഡ് ആണ്. യോശുവയുടെ അനോയിന്റിങ്ങിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 27-18 ഓക്കെ, നമ്മൾ വായിക്കണ്ട. ഇനി അതിനുശേഷം ദൈവം അവനെ ആത്മാവിനെ നിറച്ച കാര്യത്തെക്കുറിച്ച് 34 അധ്യായം, ആവർത്തന പുസ്തകം 34 അധ്യായം അതിന്റെ 9 വാക്യം. അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ അവൻ പൂർണ്ണനായി തീർന്നു. 24 ജോഷുവയുടെ പുസ്തകം 24 അധ്യായം 15 വാക്യം. ഓക്കെ, ഇവിടെ ഈ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, ദൈവത്തിന്റെ വാക്കുകളെ കേൾക്കാനുള്ള ഒരു ചെവി അവന് ഉണ്ടായിരുന്നു. സമാഗമന കൂടാരത്തെ അവൻ വിട്ടുപിരിയാതെ ഇരുന്നു. അവൻ അനോയിന്റഡ് ആയിരുന്നു. അവൻ ജ്ഞാനാത്മാവിനാൽ നിറഞ്ഞു. ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നത് അറിയാമോ? ഇവന്റെ പ്രത്യേകത, അവൻ ദൈവത്തെ സേവിക്കാനുള്ള ആ ആഭിമുഖ്യം അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംഖ്യാപുസ്തകം 32 അധ്യായം 12 വാക്യത്തിൽ പറയുന്നത്, സംഖ്യ 32:12. മേലോട്ടുള്ള അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ പൂർണ്ണമായി പറ്റി നിൽക്കുകയായതുകൊണ്ട് തന്നെ അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത തലമുറയെല്ലാം പിരിച്ചു പോകുമ്പോഴും അവൻ 40 സംവത്സരം അവരെ മരുഭൂമിയിൽ അടിയുമാറാക്കി. പൂർണ്ണ ഹൃദയത്തോടെ എന്നുള്ള വാക്കാണുണ്ടോ? അത് 32 12 11 ഓക്കെ 11 ഓക്കെ, മലയാളം ഇംഗ്ലീഷ്. യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്, ഇല്ലേ? പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ നമ്മൾ പിൻപറ്റുന്നത് ഭാഗികമായിട്ടായിരിക്കരുത്. യേശുവിന്റെ പ്രത്യേകം എന്തായിരുന്നു? പൂർണ്ണമായിട്ട്, ഇല്ലേ? ഇന്നും വാസ്തവത്തിൽ നമ്മുടെ എല്ലാം പ്രശ്നം, നമ്മൾ ആരും ദൈവത്തെ സേവിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. എല്ലാവരും ദൈവത്തെ സേവിക്കുന്നുണ്ട്. പക്ഷെ നമുക്കുള്ള പ്രശ്നം എന്നറിയാമോ? പൂർണ്ണമായി അവനെ പിൻപറ്റുന്നില്ല. പൂർണ്ണമായി, പൂർണ്ണ ഹൃദയത്തോടെ. ആവർത്തന പുസ്തകം 6-5 വാക്യത്തില്, ആവർത്തന പുസ്തകം 6-5 വാക്യത്തിൽ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഇസ്രായേലെ കേൾക്കാം, യഹോവ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കണം. ദൈവത്തിന് നമ്മുടെ ഹോൾസം ആണ് ആവശ്യം. ദൈവത്തിന് നമ്മുടെ ഹി നീഡ്സ് അവർ ഹോൾ, നമ്മുടെ മൊത്തം എന്ത് വേണം? അവന് വേണം. അവന് ചില ഭാഗങ്ങൾ മാത്രമായിട്ട് ആവശ്യം ഇല്ല. ദൈവത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ചില കാര്യങ്ങൾ മാത്രമായിട്ട്, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ മാത്രമായിട്ട്, അല്ലെങ്കിൽ അവൻ പകുതി നമ്മളും പകുതി, താൻ പാതി ദൈവം പാതി എന്ന് ബിബ്ലിക്കലല്ല. ദാറ്റ് ഇസ് നോട്ട് ബിബ്ലിക്കൽ. താൻ പാതി, നമ്മളെപ്പോഴും പറയും താൻ പാതി ദൈവം പാതി. പക്ഷെ ദൈവത്തിന് എന്ത് വേണം? ഹി നീഡ്സ് അവർ ഹോൾ, ഫുൾ, കംപ്ലീറ്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഹി നീഡ്സ് അവർ ഹോൾ, മൊത്തമായിട്ട് വേണം എന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നീ സേവിക്കണം. അവനെ സേവിക്കുന്നത് പൂർണ്ണമായിട്ടായിരിക്കണം, 100% കംപ്ലീറ്റ് ആയിരിക്കണം. ഹി വിൽ നെവർ ഷെയർ എ ചെയർ. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ്. ഞങ്ങളുടെ വീട്ടില് നമ്മളുടെ ബന്ധുക്കോസരെ കുറച്ച് പിള്ളേരെ കുറച്ച് ഞങ്ങളുടെ പഴയ തടികൾ ഒത്തിരി ഉണ്ടായിരുന്നു. 150 വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഞങ്ങളുടെ ആയിരുന്നു. അപ്പം ഇപ്പോഴും അതിന്റെ ഒരു ഓൾമോസ്റ്റ് പകുതി അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ തടി ഒത്തിരി കിടക്കുന്നതുകൊണ്ട് ഇവന്മാർ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവന്മാര് അതുകൊണ്ട് കുറച്ച് ചെയർസ് എല്ലാം പറഞ്ഞു. ചെയർസ് പണിതപ്പോ ഇത്രയും തടി കിടക്കുകയില്ലേ, അമ്മമാർ പറഞ്ഞു എന്നാലും പണിയുന്ന ഒരു പോലെ അല്ലേ. ഇവന്മാർ വലിയ വലിപ്പത്തിൽ വലിയ സിംഹാസനം പോലാണ് ചെയർസ് പണിത്. ചെയർസ് പണിതപ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവത്തേല് ഒരാൾക്ക് ഇരിക്കാവുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലം ഉണ്ട്. നമുക്ക് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാം. എന്നാൽ രണ്ടുപേരോട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇല്ലതാണ്. പക്ഷെ പലരും വരുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഞെങ്ങി ഇരിക്കുന്നത്, ഇല്ലേ? ഞെങ്ങി ഇരിക്കൊക്കെ ഇരിക്കുന്നത്. നമ്മൾ പലപ്പോഴും കർത്താൻ പറയുന്നത് ഇതുപോലെ, നമ്മൾ കയറി ഇരുന്നിട്ട് കർത്താൻ പറയും വേണമെങ്കിൽ നിനക്കൊണ്ടിരിക്കാനുള്ള സ്ഥലമുണ്ട്, വേണമെങ്കിൽ നിനക്കൊണ്ടിരിക്കാനുള്ള സ്ഥലമുണ്ട്, കയറിയിരുന്നു, ഇല്ലേ? ഒന്ന് ചെറിയ ഒന്ന് ചാഞ്ഞു കൊടുക്കും, ഇങ്ങോട്ട് ഇരുന്നോളാൻ പറഞ്ഞു. പക്ഷെ കർത്താവ് ഒരിക്കലും അങ്ങനെ ഇരിക്കത്തില്ല. ഹി വിൽ നെവർ ഷെയർ എ ചെയർ. അവൻ ഒരിക്കലും ഒരു കസേര പങ്കുവയ്ക്കത്തില്ല.